ഇനി ഈ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം തന്നെ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രഗത്ഭരാണ് എന്നും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വിട്ട പല ആൾക്കാരും ഈ ജില്ലയ്ക്ക് വേണ്ടി ഒരു നയാ പൈസയുടെ കാര്യങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളത് ഈ ഇവിടുത്തെ ജനങ്ങളെല്ലാം പരിപൂർണ്ണ ഉത്തരവാദിത്തമുള്ളവരാണ്. ആ കഴിഞ്ഞ 7 കൊല്ലമായിട്ട് മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് ഇടുക്കി ജില്ല എന്നുള്ള ഒരു ജില്ല കേന്ദ്രത്തിൽ അറിയപ്പെട്ടു തുടങ്ങി തന്നെ. ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചില ആളുകളുടെ കുത്തക പോലെയാണ് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലം നിലനിൽക്കുന്നത്. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കുവാൻ ഒന്നുമില്ല. ഇവിടെ സാധാരണഗതിയിൽ ഉള്ള ആളുകൾ പരസ്പരം മത്സരിക്കുന്നു. എല്ലാ പ്രാവശ്യവും ഇവർ പരസ്പരം മത്സരിക്കുക അല്ലാതെ വളർന്നു വരുന്ന പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാവഹമായ യാതൊന്നും ഈ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിലില്ല. ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലം പുരോഗതിയിൽ ഒട്ടും മുന്നിലല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യക്ഷമമായ പദ്ധതികളില്ല, തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ട പദ്ധതികളില്ല, കയ്യേറ്റം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളില്ല, വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളില്ല. ഇങ്ങനെ എല്ലാ തരത്തിലും ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു MP-യുടെ സാന്നിധ്യം ഉള്ളതായി പോലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. നമ്മൾക്ക് ഇവിടെ കാലാകാലങ്ങളായി ഈ ട്രാഫിക് ബ്ലോക്ക് ഇതുവരെയും അതിനൊരു പരിഹാരം കാണാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരു 2 വണ്ടികൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒന്ന് കടന്നു പോകാൻ പറ്റാത്ത ചെറിയ ഇടുങ്ങിയ റോഡുകളും ഇപ്പോൾ ജനപ്പെരുപ്പത്തിൻ്റെ ഇത് വന്നപ്പോൾ എന്തെങ്കിലും ഒരു വിശേഷ ദിവസം വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ഒന്ന് പകർന്ന് നടക്കാൻ പോലും പൊതുജനങ്ങൾക്ക് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ ഈ നാട് കടന്നു പോകുന്നത്. മാറി മാറി വരുന്ന ഈ ഭരണകൂടങ്ങൾ ഇത് കണ്ടില്ല എന്ന് വെച്ച് നടന്നു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമാവില്ല. ഇടുക്കിയിലെ കർഷകരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലെ ഉയർത്തപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് ഇടുക്കിയിലെ സാമ്പത്തിക ബാക്ക് ബോണായ ഏലത്തിൻ്റെ വില 400 രൂപയിൽ താഴെയായിരുന്നു. ഇന്ന് അത് 1600 രൂപയ്ക്ക് ഏറ്റവും മിനിമം ലഭിക്കുന്നൊരവസ്ഥ കർഷകരുടെ ജീവിതത്തെ സംബന്ധിച്ചുണ്ട്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗോട്ടിമലയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഏലത്തിൻ്റെ ഇറക്കുമതി ചുങ്കം പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇടുക്കിയിലെ കർഷകരെ സംബന്ധിച്ച് വലിയ ഗുണമുണ്ടാക്കിയിട്ടുണ്ട്. ഇടുക്കിയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിൻ്റെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഗ്യാരണ്ടി ആവശ്യമുണ്ട്. Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amritaveni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amritaveni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.